താരങ്ങളുടെ പേരുകൊണ്ടുള്ള ബനിയൻ ധരിച്ചിട്ട് വിശ്വാസത്തിന്റെ കേന്ദ്രമുള്ള പരിശുദ്ധ മക്കയിൽ പോലും കളങ്കം ചാർത്തുന്ന രണ്ടാളുകളെ ഇന്നലെ ഞാൻ കണ്ടു. ഒരാൾ മെസ്സിയും ഒരാൾ കക്കയും പരിശുദ്ധ ഹറമിന്റെ തൊട്ടടുത്ത്. ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ കലർപ്പ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളായി നാം മാറുക. വിശ്വാസം ലഭിക്കാനുള്ള മാർഗം എന്താണ്? ഈമാനിന്റെ മാധുര്യം ലഭിക്കാനുള്ള മാർഗം എന്താണ്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തലാസത്തുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ഒരാളിൽ ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, അതുമൂലം ഈമാനിന്റെ മാധുര്യത്തെ അവൻ എത്തിക്കുന്നതാണ്. അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അവന് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലാഹുവും അവന്റെ റസൂലുമാവുക. ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെ? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും. രണ്ടാമത്, വഅൻ യുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ അവനെ സ്നേഹിക്കുന്നില്ല. സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, ഈമാനിന്റെ മാധുര്യം ലഭിക്കും. മൂന്നാമത്, വഅൻ യക്റഹ അൻ യഊദ ഇലൽ കുഫർ, കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കുകയും ചെയ്യുക. വിശ്വാസത്തിൽ നിന്നും അവിശ്വാസത്തിലേക്ക് മടങ്ങുന്നതിന് വെറുക്കുകയും ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഈമാനിന്റെ മാധുര്യത്തെ അവൻ എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. നാം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. നാം ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നല്ല സമൂഹമായി മാറുക. നാം മരിക്കും. മരണം ഏതു സമയത്തും പിടികൂടും. ഗദ്ദാഫി മരണപ്പെട്ടു. കേണൽ ഗദ്ദാഫി മരണപ്പെട്ടു. ലിബിയയുടെ വീരപുത്രൻ. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്തസാക്ഷികളുടെ പദവി അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തദ്ഹബുദ് ദുനിയ, ഈ ദുനിയാവ് പോകൂല, ഹത്താ യഅതിയ അലാ ഉമ്മത്തി, ഹത്താ യഅതിയ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേൽ വരുന്നത് വരെ, യൗമുൻ, ഒരു ദിവസം, ലാ യദിരിൽ ഖാതിലു ഫീമ ഖുതില, കൊലയാളി അറിയൂല എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. കൊല്ലപ്പെട്ടവൻ അറിയൂല, കൊന്നവൻ അറിയൂല എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്ന്. ലാ യദിരിൽ ഖാതിലു, എന്തിനാണ് കൊലയാളിക്കറിയൂല, ഫീമ ഖതല, എന്തിനാണ് അവൻ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവനോ അവൻ അറിയൂല എന്തിനാണ് ഞാൻ മരിച്ചു വീണത് എന്ന്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ലോകത്തിന്റെ സായം സന്ധ്യയിൽ വരും എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട് എങ്കിൽ നാം ശ്രദ്ധിക്കുക, ഇത് ലോകത്തിന്റെ അവസാന കാലഘട്ടമാണ്. നാം സുഹൃതങ്ങൾ ചെയ്യുക. നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നത്, പറയുന്നത് ഇതാവണം. നല്ല മനുഷ്യനോട് പറയുന്നത് ഇതാണ്. എന്ത്? യാ അയ്യത്തുഹന്നൽ മുത്മഇന്ന, ഏ തുമഇനീനത്ത് നേടിയ ശരീരമേ, സമാധാനം നേടിയ ശരീരമേ. എങ്ങനെ സമാധാനം നേടി? ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഓതി, സജ്ജനങ്ങളോട് സഹവസിച്ചിട്ട് സമാധാനമടഞ്ഞ ശരീരമേ, ഇർജിഇ, നീ മടങ്ങിക്കോ, ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക്, റാളിയത്തൻ മർളിയത്തൻ, നീ തൃപ്തി നേടിയവനായ നിലയിൽ, മർളിയത്തൻ, റബ്ബ് തൃപ്തിപ്പെട്ട നിലയിലും നീ പോകുന്നത് തൃപ്തിയോടുകൂടെയാണ്. നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ഭാര്യയും കുടുംബങ്ങളും അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. മോൻ ഒന്ന് വന്നെങ്കിൽ
ഉപ്പയൊന്ന് വന്നെങ്കിൽ, ഭർത്താവൊന്ന് വന്നെങ്കിൽ, സഹോദരൻ ഒന്ന് വന്നെങ്കിൽ അവരെ കാണാമായിരുന്നു, സ്വീകരിക്കാമായിരുന്നു. കുറച്ചു കാലം തന്റെ സഹോദരനോടുകൂടെ, തന്റെ മകനോടുകൂടെ, ഭർത്താവിനോടൊപ്പം ഒന്ന് ജീവിക്കാമായിരുന്നു. റബ്ബ് പറയുന്നത്, മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം പറയുന്നത്, നീ പോകുന്നത് നീ തൃപ്തി അടഞ്ഞിട്ട് റബ്ബിന്റെ ഭാഗത്തുനിന്നും തൃപ്തിപ്പെട്ട നിലയിൽ. എന്നിട്ട് അവനോട് പറയുന്നത്, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ. ആരാണ് എന്റെ അടിമകൾ? നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ, അതന്നെ പ്രവാചകന്മാർ, ഔലിയാക്കൾ, സാത്വികന്മാരായ പണ്ഡിതന്മാർ, അവരോടൊപ്പം നീ ജീവിച്ചോ. ആരാണ് നമ്മുടെ നേതാക്കന്മാർ? നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണ്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ കൂടെ നീ പോകണം. നിന്റെ റൂഹ് അവിടെ എത്തണം. അവന്റെ റൂഹ് അവിടെ എത്തുമ്പോൾ, ഒരാൾ മരണപ്പെട്ട് അവന്റെ റൂഹിത നല്ല മനുഷ്യരുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആളുകൾ പൊതിയുന്നു. സന്തോഷ വാർത്ത അറിയിക്കാൻ വരുന്ന ഒരാളെ കാണുമ്പോൾ ആളുകൾ പൊതിയുന്നത് പോലെ അവനെ പൊതിയുമ്പോൾ, അവന്റെ റൂഹിനെ ഇല്ലിയീനിലേക്ക് എത്തിച്ച, നല്ല ആത്മാക്കളുടെ അടുത്തേക്ക് എത്തിച്ച മലക്കുകൾ അവനെ പൊതിഞ്ഞവരോട് പറയുന്നു, ഇവനെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കണം. എന്തുകൊണ്ട്? فإنه في كرب شديد فإنه كان في كرب شديد. ഇവൻ ഭയങ്കര വേദന സഹിച്ച ഇങ്ങോട്ട് വന്നത് ഒന്ന് വിശ്രമിക്കാൻ അനുമതി കൊടുക്കണം എന്ന് പറയുകയും ആ ആത്മാവ് ക്ഷീണം മാറ്റുകയും അതിനുശേഷം അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ആത്മാക്കൾ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇന്ന ആളുടെ അവസ്ഥ എന്താണ്? ഇന്ന വ്യക്തിയോട് വിവാഹം കഴിഞ്ഞോ? ഇവർക്ക് മക്കളുണ്ടായോ? നാട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചും ചോദിച്ച് അവസാനം ഇവന്റെ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്റെ മുമ്പ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആത്മാക്കൾ പറയുന്നത് ഇതാണെന്ന്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദഹബ ബിഹി ഇലാ ഉമ്മിഹിൽ ഹവിയ. അവന്റെ റൂഹ് പോയത് കത്തിക്കാളുന്ന നരകത്തിലേക്കാണല്ലോ. നരകം എന്ന ജിൻസ് വളരെ മോശമാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുമ്പേ കഴിഞ്ഞു പോയ നല്ല ആത്മാക്കൾ സങ്കടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അപ്പോൾ നാം പോകുന്നത് ആരോടൊപ്പം? നല്ല ആത്മാക്കളോടൊപ്പം. നല്ല ആത്മാക്കളാണ് നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ. ആർക്കും ഒരു സംശയവും വേണ്ട. ആത്മാക്കൾ മരിച്ചുപോയ ആളുകൾക്ക് കഴിവുണ്ട്. നിങ്ങൾ റൗള ഷരീഫ് സന്ദർശിക്കാൻ പോയിട്ടില്ലേ? പോകണം. അവിടെ എഴുതിയിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ. ഉയർത്തുന്ന പക്ഷം നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. പരസ്പരം അഭിസംബോധനം ചെയ്യുന്നത് പോലെ മുത്തുനബിയെ നിങ്ങൾ വിളിക്കരുതെന്ന് ആയത്തിറങ്ങിയില്ലേ? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞിരുന്നില്ലേ? ജമാഅത്തിൽ സംബന്ധിച്ചില്ല, ജമാഅത്തിൽ പങ്കെടുത്തില്ല. ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചില്ലേ? മുആദ്, സാബിത്തിന് എന്തു പറ്റി? വിവരം അന്വേഷിക്കണം. വിവരം ചോദിച്ചില്ലേ? അദ്ദേഹം പൊട്ടഞ്ഞില്ലേ? അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിൽപ്പെട്ടവനാണ്, എനിക്ക് മുത്തുനബിയെ കാണേണ്ട, ജമാഅത്തിൽ സംബന്ധിക്കേണ്ടതില്ല. സുഹൃത്തെ, ആയത്തിറങ്ങിയിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും എന്ന ആയത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ചുകൊണ്ട് കൂടുതൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നവൻ ഞാനല്ലേ? ഈ ആയത്ത് എന്നെ കുറിച്ചിറങ്ങിയതാണ്, എന്നെ കുറിച്ചിറങ്ങിയതാണ്. അനമിൻ അഖിലിന്നാർ, അനമിൻ അഖിലിന്നാർ, അന അഖിലിന്നാർ. പൊട്ടിക്കരഞ്ഞില്ലേ? മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വിവരം പറഞ്ഞില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചില്ലേ? ബൽ ഹുവ മിൻ അഖിലിൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്, അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്. യമാമ യുദ്ധത്തിൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായില്ലേ? അദ്ദേഹം സ്വപ്നം കാണിച്ചില്ലേ?
എന്റെ പടയങ്കി ഇതാ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അത് എടുക്കണം, അത് എടുത്തിട്ട് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊടുക്കണം, എന്നിട്ട് എനിക്ക് ചില കടങ്ങളുണ്ട്, അത് വീട്ടാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സ്വഹാബിക്ക് സ്വപ്ന ലോകത്ത് വെച്ചുകൊണ്ട് യമാമാർ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വിവരം നൽകിയിട്ടുണ്ട്. സ്വാത്വികന്മാരായ നേതാക്കന്മാരാണ് നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയവർ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ. ആരാണവർ? എന്താണ് അവരുടെ ജീവിത വിശുദ്ധി? റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിതം നമുക്കറിയില്ലേ? കാസർഗോഡ് ജില്ലയിലെ തുരുത്തി എന്ന ഗ്രാമത്തിൽ മുദരിസായി സേവനം ചെയ്യുന്ന സമയത്ത് എന്നും രാത്രി KT മജീദ് ഹാജിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. കാസർഗോഡ് ഇവിടെ ഉണ്ടോ? രാവിലത്തെ ഭക്ഷണത്തിന് നിങ്ങൾ കത്തല് എന്ന് പറയില്ലേ? ഇല്ലേ? കത്തല് എന്ന് പറയലുണ്ട്. മുമ്പ് ഒരാള് വയലിന് പോയ ആളെ ഞാൻ പറയണില്ല. വയലിന് പോയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കും. വായിൽ അവിടെ വീട്ടിലിരിക്കുക, ഡ്രൈവർ പുറത്തുണ്ട്. കത്തല് എന്ന് പറഞ്ഞു. ഡ്രൈവർ വണ്ടിന്ന് ഓടി. വണ്ടി കത്തുന്ന ഇവന്റെ വിചാരം. വണ്ടി കത്തല് പറഞ്ഞപ്പോ വണ്ടി ആള് സ്ഥലം വിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വിളിച്ചു, മോനെ വണ്ടി, അയ്യോ വയല് പറഞ്ഞ ആളെ പറഞ്ഞു പോയി. അതെ, വണ്ടി കത്തുന്ന സംഗതിയല്ല പറഞ്ഞത്, ഇവിടെ വിശപ്പ് അടക്കുന്ന സംഗതിയാണ് വിശപ്പ്. മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരാള് വന്നു. ആരാണ് വന്നത്? ഒരു ബിഷപ്പാണ്. അതെ, സെക്രട്ടറി പറഞ്ഞു ബിഷപ്പ് പുറത്തുണ്ട്. CH പറഞ്ഞു ബിഷപ്പ് അകത്തുമുണ്ട്. അതെ 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 അത് കുറച്ച് നിൽക്കാൻ പറഞ്ഞു. CHന്റെ കഥ പറയുകയാണെങ്കിൽ വളരെ രസമാണ്. ഔക്കാദ് കുട്ടി ഹാസിബിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ ഔട്ടിൻ ബോർഡ് വേണ്ടാന്ന്. ഔട്ടിൻ ബോർഡ് ആള് പുറത്താണെങ്കിൽ ഔട്ട് എന്ന്, ഉള്ള സമയത്താണെങ്കിൽ ഇന്ന്. അപ്പൊ നഹാസ് സാഹിബ് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റൂലെന്ന്? നിങ്ങൾക്ക് ഒരു സംഗതി ചെയ്താൽ മതി, നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളെ പേരിന്റെ ഭാഗത്ത് അവസാന ഭാഗത്ത് ഒരു വള്ളി ഇട്ടാൽ മതി. ഔക്കാദർ കുട്ടി നെഹി. മനസ്സിലായില്ലേ? ഒരു വള്ളി ഇട്ടാൽ മതി. അതെ അതെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയാ? അത് ഓരോരുത്തരും കാസർഗോഡ് പിന്നെ ഇവിടെ ചെന്ന് കാപ്പി കൊടുക്കുക. മാന്നാർ പ്രസംഗത്തിന് പോയപ്പോ രാവിലെ ഇത്ര നേരമായിട്ട് എന്താ ഈ കഥ? ഓരോരുത്തർക്കും ഓരോ അത് നമ്മുടെ റൂമിലൊന്നും തർക്കണ്ടാകരുത്. നമ്മളവിടുത്തെ ഒരു ചങ്ങായി പിന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് എവിടെ ഈ ഭാര്യ ചോദിച്ചു എവിടെയാണ് ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഞാൻ ആയിഷാന്റെ പള്ളക്കുണ്ട് പറഞ്ഞു. പെരിന്തൽമണ്ണ ആയിഷാന്റെ പള്ളക്കെ, ആയിഷ അലി മംഗളാംകുഴി അലിന്റെ ടെക്സ്റ്റൈൽസ് ആയിഷാന്റെ പള്ളക്കുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു, ഇവള് വീണു. അപ്പൊ ആയിഷാന്റെ പള്ളക്കുണ്ട്, ആയിഷ ടെക്സ്റ്റൈൽസിന്റെ അടുത്തുണ്ട്, പള്ളിന്റെ പള്ളക്കുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അത്രേ ഉള്ളൂ. മാഷുള്ളൂ. അത് നമ്മുടെ നാട്ടിലത് വളരെ ചെറിയാണ്. അപ്പൊ ഞാനത് ഇവിടെ സദസ്സിൽ പറയാൻ പറ്റാത്ത ഏതൊരു അറിയാതെ പറഞ്ഞു പോയതാണ്. സബുക്കുല്ലിസാനായിട്ട് വന്നതാ. സബുക്കുല്ലിസാൻ അറിയാതെ പറയും. ഒരു ഉസ്താദ് എപ്പോ പ്രസംഗിക്കുമ്പോഴും അറബി പറയും. അറബി കൂടിയപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞു, ചെറുപ്പക്കാര് പറഞ്ഞു, നിങ്ങൾ പ്രസംഗത്തിൽ അറബി വല്ലാതെ വരുന്നുണ്ട്, അതൊന്ന് നിർത്തണം. ഉസ്താദ് വായിച്ചു, കുട്ടികൾ കത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ പ്രസംഗത്തിൽ ഇടക്കിടക്ക് അറബി വരുന്നുണ്ട്, മക്കളെ അത് സബുക്കുൽ ലിസാനായിട്ട് വരുന്നതാണ്, നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതും പറയുന്നത് എങ്ങനെയാണ്? അറബിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് മഹാനായ പിന്നെ തഴവ ഉസ്താദ് പറഞ്ഞത്, വാളിനെ പറ്റിയ നാട് കാസർഗോഡ്, കൂട്ടാന്റെ കാര്യത്തിൽ വലിയ പാട്, ഭയങ്കര എരു കൂടും അവിടെ. കാസർഗോഡ് മനസ്സിലായില്ലേ? കാസർഗോഡ് ആണെങ്കിലും എരുവിലും അത് മുന്നില. അപ്പോ കാസർഗോഡ് ജില്ലയിലെ, കാസർഗോഡ് ജില്ലയല്ല, കണ്ണൂർ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. തുരുത്തിയിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മുദരിസായി സേവനം ചെയ്യുന്നു. രാത്രി ഭക്ഷണം കൊണ്ടുവരുന്നു, ഉസ്താദ് കഴിക്കുന്നു. പക്ഷേ ഒരു ദിവസം അബ്ദുൽ മജീദ് ഹാജി മരണപ്പെടുന്നു. ഭക്ഷണം എത്തിക്കുന്നു, ഉസ്താദ് ഭക്ഷണം കഴിച്ചില്ല. രാവിലെ പാത്രം എടുത്തപ്പോൾ തലേ ദിവസത്തതമുണ്ടല്ലോ, ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല?
ഈ ഭക്ഷണം എനിക്കുള്ളതല്ല, എന്നും രാത്രി ഉസ്താദ് കഴിക്കാറില്ലേ, ഇന്ന് എന്തുകൊണ്ട് കഴിയില്ല? അതെ, ഇന്ന് എനിക്ക് ഹറാമാണ് ഈ ഭക്ഷണം. അബ്ദുൽ മജീദ് ഹാജി മരിച്ചുപോയി, സമ്പത്ത് മക്കളിലേക്ക് നീങ്ങിപ്പോയി.